ഈ വീഡിയോൻ്റെ തംബ്നെയിലും ക്യാപ്ഷനിലും കണ്ട പോലെ തന്നെ ഞങ്ങൾക്ക് ശരിക്കും ഫുഡ് കിട്ടിയോ എന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ റിസർവ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ഏരിയയിലാണ് ഞങ്ങൾക്ക് ഫോട്ടോഗ്രാഫി അലൗഡഡ് ആയിട്ടുള്ളത്, ഈ ബാൽക്കണി ആക്സസ് ഉണ്ടോ, അങ്ങനെ ഞങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും ഞങ്ങൾ ക്ലിയർ ചെയ്യാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓൾറെഡി നമ്മൾ തലേദിവസം സംസാരിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇങ്ങനൊരു അപ്പോയിൻമെൻറ്റ് നമ്മൾ 4 പോയിൻറ്റ്സിൽ കിട്ടിയിട്ടുള്ളത്. ലൊക്കേഷൻ വരുന്നത് കൊച്ചി ഇൻഫോ പാർക്ക് കാക്കനാടുള്ള 4 പോയിൻറ്റ്സ് ആണ്. സോ ഇവർ പറഞ്ഞു ഇവർക്ക് ഫോട്ടോഗ്രാഫി അലൗഡഡ് ആണ്, എല്ലാം ഓക്കെയാണ്. നിങ്ങൾക്ക് ഒരു 360 വ്യൂ വരുന്ന ഒരു കോർണർ ഉണ്ട്. നമുക്ക് പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോർണർ കിട്ടും. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് ആ പരിപാടി ഹോസ്റ്റ് ചെയ്യാം. ആ പരിപാടി എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള ഒരാളുടെ ബ്രൈഡ് ടു ബി ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് 4 പോയിൻറ്റ്സിലായിരുന്നു. അപ്പോൾ ബിഫോർ നമ്മൾ ഒരു കൺഫർമേഷന് മുന്നേ നമുക്ക് ഇവിടെ വന്ന് കണ്ട് ഡിസൈഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഒരു കോർണർ ഫിക്സ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആദ്യം കേക്ക് നമ്മൾ ഞങ്ങൾക്കത് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ഞങ്ങളത് ക്യാരി ചെയ്ത് ഇങ്ങോട്ട് വരുന്നേക്കാളും ബെറ്ററായിട്ട് ഇവിടെ നിന്ന് തന്നെ ചൂസ് ചെയ്യാൻ എന്താണെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങളത് ചൂസ് ചെയ്തു. അങ്ങനെ ഞങ്ങളിവിടെ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തു. ഞാൻ ഈ വീഡിയോൻ്റെ ഭാഗമാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞു നിങ്ങൾക്കിതെല്ലാം വന്ന് കണ്ട് ഫുഡും ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡും ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് ശരിക്കും പൈസ കൊടുത്ത് കഴിച്ച് നോക്കാമെന്നാണോ അതോ ഫ്രീ ആയിട്ട് കഴിക്കാമെന്നാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ളതാണ് ഷെർ. അപ്പോൾ ഇവളുടെ കൂടെ ഞാൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാനാണ് ഇന്ന് ഇവിടേക്ക് വന്നത്. ഇവിടുത്തെ ബുഫയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ചെയ്യാമെന്ന് തോന്നി. പക്ഷേ നമ്മുടെ ഈ ഒഫീഷ്യൽ ഡിസ്കഷന് ശേഷം ഇവരായിട്ട് നമ്മുടെ അടുത്ത് ഫുഡ് ടേസ്റ്റ് ചെയ്തോ എന്ന് പറയുന്നില്ല. അപ്പം നമുക്ക് ഭയങ്കര മടിയായി, ഇനി ശരിക്കും ഉള്ളത് തന്നെയാണോ, ടെസ്റ്റ് ചെയ്തോന്ന് പറഞ്ഞത് വെറുതെ ചുമ്മാ പറഞ്ഞതാണോ എന്ന് കൺഫ്യൂസ്ഡായി. അപ്പോൾ ഷെറിൻ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു ഗ്ലാസ് ഓഫ് വാട്ടർ തന്നാൽ ഉപകാരമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങൾക്ക് 2 പേർക്കും 2 സെപ്പറേറ്റ് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ തന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിക്കാണ്ടല്ലേ വന്നേ, നിങ്ങൾ എന്തായാലും ഫുഡ് ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും ഞങ്ങളിവിടെ എല്ലാം അറേഞ്ച്ഡ് ആണെന്നൊക്കെ. അപ്പോഴാണ് ശരിക്കും ഈ ഫുഡൊക്കെ ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിൽ കഴിക്കാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അറൗണ്ട് ഒരു 2:30 ടൈമിലാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് കിട്ടുമോ കിട്ടില്ലേന്ന് ഉറപ്പില്ലാത്തത് കാരണം ഓൾറെഡി ഞാൻ കുറച്ച് കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഷെറിന് അതുപോലെ തന്നെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു പ്ലേറ്റ് എടുത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളിൽ പറക്കിയിട്ട് കഴിച്ചു. ചിക്കൻ ടിക്ക, ഫിഷ് ടിക്ക, പനീർ ടിക്ക, പിന്നെ മഷ്റൂം കട്ട്ലറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് അവർക്കുണ്ടായിരുന്നു. ഇന്നത്തെ മെനു ഇവരുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇവർക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അവരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അവർക്ക് പ്രിഫറൻസ് ഉള്ള ഫുഡുകളാണ് നമ്മൾ ഇന്നത്തെ ലഞ്ചിന് അവർ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് തന്ന മെനുവിൽ മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണാണ്ടായപ്പോൾ നമ്മൾ ചോദിച്ചു അവരുടെ അടുത്ത് എന്താ ഈ മെനു ഡിഫറെൻ്റ് ആണോ എന്ന്. മഷ്റൂം കട്ട്ലറ്റ് ചോദിച്ചു, ബാക്കി എല്ലാ ഫുഡും നല്ലതായിരുന്നു. ഞങ്ങൾ അവിടുത്തെ പുലാവ് റൈസും പിന്നെ ചിക്കൻ കറിയും എടുത്തിട്ടുണ്ടായിരുന്നു, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു പീസ് ഓഫ് പൊറോട്ടയും പിന്നെ അതും ചിക്കൻ കറിയുടെ കൂടെ കഴിച്ചു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആകെ ഡൗട്ടായി, കാരണം ലഞ്ച് ടൈം കഴിഞ്ഞ കാരണം പ്ലേറ്റ്സൊക്കെ എവിടെ വെക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഒരു സ്ഥലത്ത് ഒതുക്കി മാറ്റി വെച്ചു. പിന്നെ ഞങ്ങളുടെ കണ്ണ് ഫുൾ പോയത് ഡെസേർട്ട് സെക്ഷനിലായിരുന്നു. ഗുലാബ് ജാമുനൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. ഞാൻ പിന്നെ അധികം പേസ്ട്രിയുടെ ഫാനല്ല, പക്ഷേ ഷെറിന് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളൊരു പേസ്ട്രിയും അവിടെ നിന്ന് ട്രൈ ചെയ്തു. ഗുലാബ് ജാമുനും വാനില ഐസ്ക്രീമും അടിപൊളിയായിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ 2 പേസ്ട്രീസും ഓറഞ്ചും സ്ട്രോബെറിയും അടിപൊളിയായിരുന്നു. ഒട്ടും ഓവർ ഷുഗർഡ് അല്ല, പക്ഷെ എന്നാൽ മൈൽഡ് ഫ്ലേവേഴ്സ് ഉണ്ട്. ഭയങ്കര ശരിക്കും സ്ട്രോബെറിയുടെ ആ ഒരു ശരിക്കും റിയൽ ഫ്രൂട്ട് ഫ്ലേവേർഡായിരുന്നു അത്. ഓറഞ്ചിൻ്റെ പേസ്ട്രിയിലാണെങ്കിലും അവരൊരു ഡ്രൈഡ് പീസ് ഓഫ് ഓറഞ്ച് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റുള്ള 2 പേസ്ട്രീസും ഗുലാബ് ജാമും ഐസ്ക്രീമും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടാമതൊരു പ്ലേറ്റും കൂടിയും എടുത്തു ഡെസേർട്ട്, കാരണം ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമായി. സോ അങ്ങനെ ഫ്രീ ഫുഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ആ പരിപാടി ഇവിടെ തന്നെ ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ശരിക്കുള്ള റീസൺ അതല്ല കേട്ടോ, നല്ല വെരി ഗുഡ് കസ്റ്റമർ സർവീസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു. ഫുഡും ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയിൽ ടേബിൾ റിസർവ് ചെയ്തു. സോ നമുക്കിനി ബ്രൈറ്റ് ഇവിടെ നിന്ന് കാണാം. ഓക്കെ, ബൈ.